Next topic what we have to study is basic features of pandas. Pandas-il എന്തൊക്കെയാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ്. ഹെൽപ്സ് ടു കീപ് ട്രാക്ക് ഓഫ് ഡാറ്റ. നമുക്ക് കമ്പയർ ചെയ്തിട്ട് ആ ഡാറ്റേനെ കറക്റ്റായിട്ട് അനലൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സ്, എനി ഡാറ്റ ടൈപ്പ് ക്യാൻ ബി യൂസ്ഡ് ഹിയർ. ഗുഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് കേപ്പബിലിറ്റീസ് എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ഇൻപുട്ട് കൊടുക്കണോ അതനുസരിച്ച് അവിടെ അത് അനലൈസ് ചെയ്ത് നമുക്ക് കാണിച്ചു തരുന്നു. ലേബലിംഗ്, ഇൻഡെക്സിങ് എക്സെട്ര. നമുക്കപ്പോൾ എക്സ് ആക്സസ് വൈ ആക്സസ് ഗ്രാഫ് വരയ്ക്കുമ്പോണ്ട് അതിൽ നമുക്ക് ലേബൽ കൊടുക്കാം, ഇൻഡെക്സ് ചെയ്യാം. ഫോണ്ട്, അലൈൻമെൻറ്റ് എക്സെട്ര. നമുക്ക് അതിൽ തന്നെ ആ ലെറ്റേഴ്സിൻ്റെ കളറ്, സൈസ്, എങ്ങനത്തെ അലൈൻമെൻറ്റ് വേണം ഇതെല്ലാം നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ വളരെയധികം യൂസറിൻ്റെ ഡിമാൻഡ് അനുസരിച്ചുള്ള നല്ലൊരു ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ള ഗ്രാഫ് നമുക്ക് ഉണ്ടാക്കാം. പാൻഡാസിൻ്റെ ഇൻസ്റ്റലേഷനാണ് അടുത്തതായിട്ട് നമ്മൾ പറയുന്നത്. പാൻഡാസ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ സ്റ്റാൻഡേർഡ് പൈത്തണിൽ നമുക്ക് പാൻഡാസ് അവൈലബിൾ അല്ല. സോ ഒന്നുകിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ആനക്കോണ്ട പൈത്തൺ പാക്കേജ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഡിഫോൾട്ടായിട്ട് ഈ പറഞ്ഞ പാൻഡാസ് അവൈലബിൾ ആണ്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ചെക്ക് ചെയ്യുക അതിൻ്റെ കറക്റ്റ് സെറ്റ് ആയിട്ടുണ്ടോ പാത്ത്, എല്ലാ യൂസേഴ്സിനും അത് ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊക്കെ ചെക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് സ്പൈഡർ യൂട്ടിലിറ്റി ഉണ്ട് ആനക്കോണ്ടയുടെ. ആ സ്പൈഡർ യൂട്ടിലിറ്റീനെ നമ്മൾ സ്റ്റാർട്ട് മെനുന്ന് എടുക്കുക, എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഇനി അത് കഴിഞ്ഞ് നമ്മൾ ഇമ്പോർട്ട് പാൻഡാസ് ആസ് PD എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, അത് സാധാരണ കൊടുക്കുമ്പോൾ ഡിഫോൾട്ടായിട്ട് നമുക്ക് temp.py എന്ന പേരിലാണ് പൈത്തൺ ഫയൽ അവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണത്. അതിൻ്റെ അകത്ത് നമുക്ക് ഇമ്പോർട്ട് പാൻഡാസ് ആസ് PD എന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് എററൊന്നും വന്നിട്ടില്ല വെച്ചാൽ അതിൻ്റെ അർത്ഥം യുവർ പാൻഡാസ് ഹാസ് ബീൻ ഇൻസ്റ്റാൾഡ് കറക്റ്റ്ലി എന്നാണ്. ഇനി എറർ വരികയാണെങ്കിൽ അപ്പോൾ ഇൻസ്റ്റലേഷൻ കറക്റ്റ് അല്ല എന്ന് പറയാൻ പറ്റും. ഇനി temp.py എന്ന് പറയുന്നത് ഡിഫോൾട്ടായിട്ടുള്ള ഒരു ഫയൽ നെയിമാണ്. യു ക്യാൻ ഹാവ് എനി ഫയൽ whichever name you want you can give to the file and create your own file like this way. ഇതുപോലെ ഫയൽ മെനുവിൽ പോയിട്ട് അല്ലെങ്കിൽ ന്യൂ വിൻഡോ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ആ ന്യൂ വിൻഡോയിൽ നമ്മൾ ഇതുപോലെ പേര് കൊടുക്കുമ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, ഈ എക്സ്റ്റൻഷൻ ഫയൽ നെയിം എക്സ്റ്റൻഷൻ കൊടുക്കുമ്പോൾ .py വെച്ച് കൊടുക്കുക. then it will be identified as a Python file. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇനി ഇതുപോലെ വേറെയും രീതികളുണ്ട്, നമുക്കത് ഡിസ്കസ് ചെയ്യാം.